ഏ നമ്മളേ കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇരട്ടി മധുരമാണ്. ഇന്ന് നമ്മുടെ ഏട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ, അനിയേട്ടൻ്റെ പിറന്നാളാണ്. അപ്പം അനിയേട്ടൻ്റെ പിറന്നാൾ മാത്രമൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ ഒരംഗം കൂടി കൂടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായി ഒരു ചെക്കനുണ്ണിയും കൂടി ഉണ്ടായി. അപ്പോൾ ആളെണ്ണം കൂടിയിട്ടാ. പേരക്കുട്ടികൾ അമ്മയ്ക്ക് 11 പേരക്കുട്ടികളായേ. അപ്പം നമ്മൾ അതിൻ്റെ സന്തോഷം, ഏട്ടൻ്റെ പിറന്നാൾ ദിവസം തന്നെ ഉണ്ണി ഉണ്ടാവുമ്പോൾ ഇരട്ടി മധുരല്ലേ. കാരണം എന്താ വെച്ചാൽ ഇനി അടുത്ത വർഷമൊക്കെ പിറന്നാൾ ഒക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരുമല്ലോ. വലിയച്ഛൻ്റെയും അവൻ്റെ പിറന്നാളാണ് എൻ്റെ പിറന്നാളെന്നാ. വലിയച്ഛൻ്റെയും കുട്ടിയുടെയും പിറന്നാൾ ഒരു ദിവസമാണെന്ന് പറയില്ല. ഇവിടെ പൊന്നൂസിൻ്റെയും കിച്ചൂട്ടൻ്റെയും ഒരു ദിവസമാണ് കേട്ടോ പിറന്നാൾ. രണ്ടുപേരും ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അവനൊപ്പം കേക്ക് മുറിക്കാലോ കൊണ്ട്. ഏട്ടനെന്താ കുഞ്ഞു കുട്ടിയല്ലേ കേക്ക് മുറിക്കാൻ? കുട്ടികൾക്കല്ലേ കേക്ക് ഇത് എത്ര നേരം ഉണ്ടാവുന്നൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ. കാരണം ഗ്യാസ് കഴിയാറായിക്കണോ. അപ്പം നമ്മൾ ചിലപ്പോൾ വേഗം എവിടേക്ക് ഓടും? താഴത്തേക്ക് ഓടും, അങ്ങോട്ട് ഓടും കേട്ടോ. എന്താ ടീച്ചറിൻ്റെ പോലെ എവിടേക്ക് ഓടും എന്നൊക്കെ ചോദിക്കുന്നത് ഈ അച്ഛൻ. അപ്പോൾ ഇന്ന് സത്യം പറയാ വെച്ചാൽ നല്ല സന്തോഷമാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് അവർ ആശുപത്രിയിൽ പോയത് കേട്ടോ. രാവിലെ ആശുപത്രി അച്ചു എന്താ അച്ചു നീച്ചി ക്ലാസ്. അപ്പോൾ ഇന്ന് രാവിലെ ആശുപത്രി പോയി. സിസേറിയനാണ് കേട്ടോ. അപ്പോൾ എന്താണ് അമ്മയും കുട്ടിയൊക്കെ സുഖമായിരിക്കുന്നു, കുഴപ്പമില്ല. 6 ആണുങ്ങൾക്ക് ഇടയിൽ 2 പെൺകുട്ടികൾ, 2 ചേച്ചിമാർ, ഒരു വലിയ ചേച്ചിയും ഒരു കുഞ്ഞു ചേച്ചിയും. ഇവർക്ക് എന്താ സന്തോഷം. ഇവർക്ക് മേയ്ക്കാൻ എത്ര ആങ്ങളമാരായി ഇപ്പോ. ഇവര് മേയ്ക്കാൻ നിങ്ങളെ നോക്കാനേ എത്ര പേരായി ഇല്ലേട്ടാ. 6 ആങ്ങളമാരുടെ 2 ചേച്ചിമാര്. കുഞ്ഞിപ്പെങ്ങളെന്ന് പറയാൻ പറ്റില്ലല്ലോ, 2 ചേച്ചിമാരല്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ ഇന്ന് ഏട്ടൻ്റെ പിറന്നാളും അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഇതിനൊക്കെയല്ലേ മധുരം വേണ്ടത്. അപ്പോൾ സുകന്യ ആശുപത്രി പോയിട്ടോ. സുകന്യ അനിയനും ആശുപത്രി പോയി. അവർ വന്നിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് കുറേ നേരം അവിടെ നിൽക്കാമല്ലോ, അല്ലെങ്കിൽ കുറച്ച് നേരമെങ്കിലും നിന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. സുകന്യ ഇപ്പോൾ പൊന്നു നിങ്ങളെ നാളെ ഞങ്ങൾ പോകുമ്പോൾ നടന്നോളും. അടുത്തുമ്പോൾ ഇന്നാണ് വെച്ചാൽ മണ്ണാർക്കാട് വേലയില്ലേ. അപ്പം അങ്ങനെ കുട്ടികളെ കൊണ്ടുപോകില്ല വിചാരിച്ചു കേട്ടോ. അമ്മുട്ടി മാത്രം പഴയ അൽമേല്, അമ്മു പഴയ അൽമേല്, അച്ചും കിച്ചും പുതിയ അൽമേല്, ന്യൂ അൽമ. എന്തായാലും അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു വെച്ചാൽ അത് വേറെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പൊന്നുണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ തന്നെ ഒരു വീടിനൊരു ഐശ്വര്യമാണ്. വയസ്സായ അമ്മമാർ, കുഞ്ഞു മക്കൾ, അവർ കളങ്കമില്ലാത്തവരല്ലേ. അവരുടെ കളി ചിരിയൊക്കെ കാണുമ്പോൾ എത്രയെന്ന് വെച്ചാൽ നമ്മുടെ ടെൻഷനുകളൊക്കെ അടുത്തത് അച്ഛൻ്റെ ആയിരുന്നു. അമ്മു അതെന്താ വെച്ചാൽ അച്ഛൻ എന്നാൽ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മളത് കാരണം പോവാതിരിക്കുകയാണ് കേട്ടോ. നേരത്തെ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അവർ ചിലപ്പോൾ കുറച്ച് വഴുകി വെച്ചാൽ പൊന്നൂനെ പോയി കൊണ്ടുവരണ്ടേ. അപ്പോൾ എല്ലാവരും പാടെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കൊക്കെ പേടിച്ച് ഇതാവുള്ളൂ. 12:30 എപ്പോഴാണ് വെള്ളം പോലെ ഇങ്ങോട്ട് കുടിച്ചോളി പായസമായിട്ട്. ഞാൻ നൂഡിൽസ് വാങ്ങിയില്ല, നൂഡിൽസ് ഇട്ടായിരുന്നു കൂടെ. അപ്പൊ ഞാൻ 2 വാങ്ങാൻ പറഞ്ഞല്ലേ. പിന്നെന്താ ഞാൻ കമ്പനി നല്ലതല്ലാന്ന് പറഞ്ഞേ. മിൽമ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മിൽമ നല്ലതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താ പറയുക, അമ്മുട്ടിയെ അമ്മു വലിയ ചേച്ചിയാണ് തറവാട്ടിലെ കാരണവത്തി. ഇവ നമുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പെൺകുട്ടിയോള്. അനിയന്മാർക്ക് 2 പേർക്കും ആൺകുട്ടിയോളാണ്. 2 സതിയേട്ടന് 3 ആൺകുട്ടിയോള്, മറ്റേ അനിയന് 2 ആൺകുട്ടിയോള്.
അപ്പോൾ എന്താ നമുക്ക് അച്ഛനക്കും കൂടിയൊക്കെ വേണ്ടതായിരുന്നു അല്ലേ? അച്ഛൻ്റെ സന്തോഷം കൊണ്ട് എവിടേക്കൊക്കെയോ തുള്ളിച്ചാടുന്നറിയും. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാ. അച്ഛൻ ഇത്ര മക്കളെ കണ്ടതല്ലേ. അച്ഛൻ നമ്മുടെ പൊന്നൂനെ മാത്രം കണ്ടിട്ടില്ല. പൊന്നൂന് എന്താ പേര് പറഞ്ഞു? പൊന്നൂന് രണ്ടാളെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ അനിയനെ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയും. പക്ഷെ അനിയൻ എല്ലാ ഫംഗ്ഷൻ്റെ വീഡിയോസുകൾക്കും എല്ലാ പരിപാടിയുടെ വീഡിയോയ്ക്കും അനിയൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞു വെച്ചാൽ അവർക്ക് ഇങ്ങനെ നമ്മുടെ ഹൗസ് വാമിങ് കണ്ടവർക്കൊക്കെ ഹൗസ് വാമിങ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. വീഡിയോയിൽ എല്ലാവരും ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയാറില്ലേ, നമ്മുടെ അമ്മയെന്ന് പറഞ്ഞു വെച്ചാലും വരുന്ന സമയത്ത് അവർക്കൊരു പ്രൈവസി വേണമല്ലോ. അത് കാരണം നമ്മളത് ചെയ്തില്ല, വീഡിയോയിൽ കാണിക്കില്ല ആൾക്കാരെന്ന് മാത്രം. എന്താ കാണിക്കാണ്ട് ഇവരൊക്കെ ഇവരില്ല, അവർക്ക് ഇഷ്ടമല്ലെങ്കിലേ അവരിപ്പോ അവര് വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അവരവിടെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അപ്പുറത്തല്ലേ. അവര് വീട്ടിൽ കെട്ടുന്നവരുടെ വീഡിയോ ഓരോ ആഘോഷം വന്നപ്പോൾ അത് അവർ പോയി വീഡിയോ എടുത്തു. എന്തെങ്കിലും നമ്മളൊക്കെ പോയിട്ട് കല്യാണം വെറുതെ നമ്മൾ ഇവിടെ വ്ളോഗ് ചെയ്യുമ്പോൾ അവിടെ പോയിട്ട് ചെയ്യാം. പിന്നെ അത് ഒരു ഭാഗ്യമാണ് കേട്ടോ. എന്ത് പറഞ്ഞു വെച്ചാൽ 4 മക്കളുണ്ടെങ്കിലും 4 മക്കളുടെ ഭാര്യ 3 മരുമക്കളും 3 അല്ലേ 4 മരുമക്കൾ വന്നിട്ടുണ്ട്. 4 മക്കളാകുമ്പോൾ 4 മരുമക്കളുണ്ടാവില്ലേ, എന്തൊക്കെയാണ് പറയും. അപ്പോൾ 4 മരുമക്കൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 3 പെണ്ണുങ്ങളാണെന്ന് വെച്ചാലും ഏട്ടൻ്റെ പെങ്ങളാണെന്ന് വെച്ചാലും നല്ല എങ്ങനെ പറഞ്ഞാൽ നല്ല കൂട്ടുകാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയാനുള്ളൊരു ഇതുണ്ട് കേട്ടോ. ചിലപ്പോൾ നമുക്ക് എപ്പോഴും പോവാനോ അല്ലെങ്കിൽ ഇരിക്കാനോ പറ്റില്ലെങ്കിലും ഇന്നേ വരെ, ഇനിയിപ്പോൾ നാളത്തെ കാര്യം എന്താന്ന് പറയാൻ പറ്റില്ല, ഇന്നേ വരെ തമ്മിലൊരു അലോഗ്യമില്ലാണ്ട് ജീവിക്കാൻ നമ്മളൊക്കെ പറ്റിയില്ലേട്ടാ. ഏട്ടന് ഉറക്കം വന്നിട്ട് വയ്യ ഇതുവരെ. അപ്പോൾ പിന്നെ 2 അനിയത്തി. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചേച്ചിമാരോ അനിയത്തിമാരോ ഇല്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ, ഒരു ചേച്ചിയോ ഒരു അനിയത്തിയോ ആരെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഏട്ടന്മാരോട് പറയുന്നതിനൊരു പരിധിയുണ്ട് എന്ത് കാര്യങ്ങളും. പക്ഷെ ആ സമയത്ത് നമുക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അനിയത്തി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഏട്ടന് തോന്നിയിട്ടുണ്ട് ഏട്ടാ? തോന്നുന്നുണ്ടല്ലോ. ഏട്ടനതിന് തോന്നില്ല. ഏട്ടന്റെ കുഞ്ഞിപ്പെങ്ങളുണ്ടല്ലോ അല്ലേ അമ്മായി. അച്ഛന് ജീവനാണ് അമ്മായിനെ. ഏട്ടാ അച്ഛൻ ജനിച്ച് 10 വയസ്സ് കഴിഞ്ഞിട്ടാണ് എന്താ അമ്മായി ഉണ്ടായിരിക്കണം. അപ്പം അച്ഛന് കുറച്ചായിട്ടല്ലേ അമ്മായി ഉണ്ടായത്. അപ്പം അച്ഛന് അതുകൊണ്ട് അമ്മായിനെ നല്ല ഞങ്ങൾ എത്ര വയസ്സാ വല്യമ്മ അമ്മോ പാലും വെള്ളാവോ? മതി, പാലും വെള്ളം കിട്ടിയിരുന്നു അല്ലേ. അപ്പൊ നീയല്ലേ പറഞ്ഞു തരണ്ട്. ഞാനെന്ത് അല്ലല്ല ഞാനൊരു കാര്യം ചോദിക്കാം, നിന്നെ കൂട്ടിട്ട് എന്തിനാ പോയത്? എന്നിട്ട് എന്റെ കൂടെ വന്നിട്ട് ഇപ്പൊ അവിടുന്ന് വാശി പിടിച്ചിട്ട് മാഗി വേണം നൂഡിൽസ് വേണം പറഞ്ഞിട്ട് അത് വാങ്ങാൻ വേണ്ടിട്ടാണ് ഈ വന്നി വെയിൽ കൊണ്ടിട്ട് വേണ്ടത് വാങ്ങണ്ടേ. നല്ല ആളാട്ടെ നീ. സേമി ഉണ്ടാവണവോ അതില് മാമന്റെ കടയില്? ഇത് മതി, ഇത് മതി, അതിലുള്ളത് മതി. എല്ലാവർക്കും കൊടുക്കണ്ടേ? പാലും വെള്ളം ഉണ്ടാവല്ലോ. 10-11 പാത്രത്തിലാക്കണ്ടേ? അത് മതി. ഇനിയിപ്പോ ഈ വെയിൽ കൊണ്ട് പോവാറിനല്ലേ, നല്ല വെയിലാണ്. എന്റെ പപ്പൂന് തന്നെ വേണം പായസം 2 ഗ്ലാസ്. അതാ എന്തിനാ അച്ഛൻ എന്റെ കുട്ട മൂക്കിലാക്കിയത്? ആരെ പിടിച്ചങ്ങനെ കിച്ചൂട്ടനാ? അവളുടെ കയ്യിൽ നഖ ഉണ്ടാവില്ല, നിന്റെ കയ്യിൽ നഖം നോക്ക്. ആ അമ്മൂന്റെ കയ്യിലാണ് ഇവിടെ നഖമില്ലാണ്ട് നല്ല നീറ്റായിട്ട് വെക്കുക. കുറച്ച് മധുരം കുറവുണ്ട് കേട്ടോ, അപ്പൊ കുറച്ച് മധുരം ഇടുന്നുണ്ട്. 3 4 6 പോരെ? കുഞ്ഞു സ്പൂണിലാണ് കേട്ടോ. 6 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലിയ സ്പൂണിന് ഒരു 2.5 സ്പൂൺ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അത് ചെറിയതല്ലേ. എന്താണ് ഞങ്ങളെ എന്താ ചെർപ്പളശ്ശേരി ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിരുന്നേ. തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം ദോശ കഴിക്കാൻ കയറിട്ടോ.
ദോശ കഴിക്കാൻ പോയപ്പോൾ അവിടെ ആ കടയിൽ പാലട ഉണ്ട്. പാലട അപ്പോൾ പാലട വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പായസം രാവിലെ 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് പായസം അയക്കണം കേട്ടോ. വേണമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ പായസമല്ലേ ആരെങ്കിലും വേണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു പായസം വേണം എന്നാൽ വാങ്ങേട്ടാവും. അങ്ങനെ ഏട്ടൻ പായസം വാങ്ങി തന്നു കേട്ടോ. എന്തോരം ടേസ്റ്റായിരുന്നു പാലട പായസം പറഞ്ഞിട്ടോ. അതോ അടുപ്പത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കേലേട്ടാ തിളച്ചത്. ഞങ്ങൾ എന്നിട്ട് 1/2 ലിറ്റർ വാങ്ങി. പിന്നെ ഞങ്ങൾ 4 പേരില്ലേ 4 ഗ്ലാസ്സിലാക്കി. ഞങ്ങൾ അച്ഛൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു. അമ്മ ഇന്നലെ കോങ്ങാട് അമ്മൂനെ കൊണ്ട് പോയപ്പോൾ അമ്മ പറയണേ പാവം എൻ്റെ കുട്ടി അറിയാം അമ്മ അച്ഛനൊന്നും പറഞ്ഞാലും നമ്മൾ വാങ്ങിക്കൊടുത്തില്ലല്ലോ അമ്മ, അച്ചുട്ടിക്ക് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക ചോദിച്ചില്ലത്. അച്ചുട്ടിയാണോ ചമ്പ ചേച്ചിക്ക് കൊടുക്കോ? കാണിച്ചു അമ്മു പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി എന്താ ഞാൻ വാങ്ങിക്കൊടുത്തത്, ഞാൻ വാങ്ങിച്ചോടുത്തു. അത് കഴിഞ്ഞോല്ലല്ലേ ഇക്കൊല്ലം എന്നെ പിടിച്ചിരുന്ന ഞാൻ മാറ്റാന്ന് പറഞ്ഞിട്ട്. അതിനെ നമ്മുടെ അച്ചുല്ലേ, അച്ചു 1 റുപ്യ 2 റുപ്യ 3 റുപ്യൊക്കെ കിട്ടുമ്പോ അച്ചു അത് എന്ത് കേട്ടെന്നറിയോ? അതൊക്കെ അച്ചു എടുത്ത് വെക്കും. അമ്മ ചേച്ചി കടയിൽ കൊണ്ടുപോയി കൊടുക്കും. അമ്മ ചേച്ചി കടയിൽ കൊണ്ടുപോയി കൊടുക്കും. അമ്മ ചേച്ചി കടയിൽ കൊണ്ടുപോയി. അമ്മുല്ലേ, അമ്മു ഇതേപോലെ കേട്ടോ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഈ തണുപ്പ മട്ടിലിരിക്കും. ഒന്നും ഒരാളോട് ചോദിക്കില്ല. ഒരു ഡ്രസ്സില്ലേ അതൊക്കെ എനിക്ക് ചില സമയത്ത് സങ്കടം വരിക കേട്ടോ. അച്ചു അവളുടെ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങി. അമ്മൂനൊരു ഡ്രസ്സ് വേണമെങ്കിൽ അമ്മു പറയില്ല, അമ്മൂൻ്റെ ആവശ്യങ്ങൾ അമ്മു പറയില്ല. അങ്ങനെ ഒരു കുട്ടിയാണ് അമ്മു. ഇനി ഇപ്പോൾ +1 എത്തിയില്ലേ, ഞാനിങ്ങനെ വിചാരിക്കുന്നു വലുതായി കഴിഞ്ഞു വെച്ചാൽ ഒക്കെ ശരിയാവുണ്ടാവും. എല്ലാവരും പറയും ഇപ്പൊ ഈ ഇങ്ങനെ പറയൊന്നും വേണ്ട, കുറച്ച് കോളേജിലേക്കൊക്കെ പോവാന്നുള്ള ആവശ്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് കേട്ടോ. ഒന്നും വേണമെന്ന് പറയില്ല എന്ന് പറഞ്ഞാലോ, ഒരു സാധനം ആ കുട്ടി വേണമെന്ന് പറയില്ല. പൊട്ട് വേണമെന്നോ വള വേണമെന്നോ മാല വേണം, ഇതാണ് അവളുടെ ശരിക്കുള്ള ഒരു രീതി. എല്ലാരും പറയും അവള് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയില് കാണുമ്പോൾ ചിലപ്പോ അമ്മു അഹങ്കാരിയായിട്ടൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ടാവും മിണ്ടാതെയൊക്കെ ഇരിക്കുമ്പോ. സത്യം പറയാച്ച അമ്മു സാധുവാണ് കേട്ടോ. പക്ഷെ അമ്മു അധികം മിണ്ടില്ല, അച്ചൂട്ടി അധികം നന്നായി സംസാരിക്കും. ഈ ഒരു പ്രകൃതി തന്നെയായിരുന്നു ഞങ്ങള് 2 പേരും, ഞാനും ഏട്ടനും. പിന്നെ നമ്മള് കുറച്ച് കഴിഞ്ഞപ്പോ ഞാനും നല്ല സംസാരിക്കാൻ തുടങ്ങി. അനിയത്തിന് അത് കുറച്ച് കഴിയുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ 8-9 ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴേ ഞാൻ പിന്നെ ആരും വിടാതെ എല്ലാവരോടും ഞാൻ വർത്താനം പറയായിരുന്നു. അനിയേട്ടൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തും അനിയേട്ടൻ ആരോടും സംസാരിക്കായിരുന്നില്ല കേട്ടോ. തൊട്ടടുത്തുള്ള ആൾക്കാരോടും കൂടി ആവശ്യത്തിനേ സംസാരിക്കുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പൊ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞു വെച്ചാൽ ആരെങ്കിലും കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഏട്ടൻ വർത്താനം പറയാൻ തുടങ്ങി. അത് മാറ്റല്ലേ ഏട്ടാ? തോന്നല്ലേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തര് കുറേ കഴിയുമ്പോഴാണ് ഓരോരുത്തരുടെ മാറ്റങ്ങൾ അറിയാട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല. അമ്മ കുറച്ച് കഴിയുമ്പോ ഒക്കെ ശരിയാവുണ്ടാവും. എന്റെ അമ്മ പറയും അച്ചും കിച്ചും എല്ലാവരും പറയട്ടോ. എനിക്ക് അത് കേൾക്കുമ്പോൾ സങ്കടം തോന്നി. അച്ചും കിച്ചും നല്ല സ്മാർട്ടാണ്, അമ്മ എന്താ അങ്ങനെ ഒതുങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോ കുട്ടികളുടെ സ്വഭാവ രീതികളല്ലേ ചേട്ടാ. ഇപ്പോഴല്ലേ ഏട്ടനൊന്നും ഉഷാറായത്. മറ്റേത് അപ്പോൾ ഓരോ കുട്ടികളുടെ ഓരോ ഞാൻ എന്നിട്ട് ഇങ്ങനെ പറയും, നീ വേറൊരു ചില സമയത്ത് പറയാം അമ്മൂട്ടിയെ നീ വേറൊരു വീട്ടിലൊക്കെ പോയി കഴിഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള മക്കളാന്ന് പറയുമ്പോൾ പറയും അപ്പം ഇങ്ങനെ ശരിയാവും. ഇപ്പം എന്താണെന്ന് അറിയില്ല എങ്ങനെയാണ് പറയും. അവളെയും കൊണ്ട് സ്കൂളിലാണോ വെച്ചാലും ടീച്ചേഴ്സിനാണോ എന്ന് വെച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ല കേട്ടാ. വീഡിയോയിൽ വരാൻ തന്നെ ചില സമയത്ത് അവൾക്ക് മടി എന്താണെന്നറിയോ, ഈ കമൻറ്റ് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ കുട്ടികൾ കാണല്ലേ, അപ്പം അവർക്ക് ചിലപ്പോൾ അതൊരു വിഷമം ഇങ്ങനെ ആവുള്ളൂ. അഹങ്കാരിയാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടി നമ്മുടെ പോലെ അല്ലല്ലോ അവർക്ക്. അപ്പം ആ ഒരു ഇത് അമ്മൂൻ്റെ മാലയാണ് കേട്ടോ. ഇത് ഇട്ട് കണ്ട അമ്മൂൻ്റെ മാലയാണ്. ഇന്ന് രാവിലെ അമ്മു ചൂരി തന്നതാ. കണ്ടാ കണ്ടോ ഇവിടെ അടിയിലെടുത്ത ഇല്ല, അതാ കണ്ടോ വരുന്നത്. അപ്പം ആ ചീനച്ചട്ടിയൊന്നും എടുക്ക്, അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തേ. എന്താ മോ പൊട്ടുവാ ഇതാ
ഏലക്കായ കേട്ടോ, ഏലക്കായ ഇട്ട് കൊടുക്കണ്ടേ. ഏലക്കായ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ആഘോഷം പറഞ്ഞാലും എന്തൊരു ഏലക്കായ തിന്നാ പോലെ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇതിൻ്റെ അപ്പൂ. അവിടെ വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ നെയ്യ് ഇവിടെ കിട്ടണില്ലേ, ഒക്കെ പോവാണേ. ഇത് പാത്രങ്ങളില്ലേ ഒന്ന് ഇതാ. ഏട്ടൻ പറഞ്ഞോട്ടോ ഇതിലുണ്ടാക്കണോ, ഒന്നുകൂടി ഇതാവട്ടെ, ഇതിലുണ്ടാ ഓഫ് ചെയ്തു. എന്താ ഓഫ് ചെയ്തത്? ഓഫ് ചെയ്യണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് തന്നെ നെയ്യ് ഞാൻ മാറ്റി വെച്ചതാണ്. ഇനി ഇത് ഇവിടെ നിന്ന് എടുത്ത് എവിടേക്കെങ്കിലും മാറ്റിക്കണം. ഈ മക്കൾക്കില്ലേ നെയ്യ് ഭയങ്കര ഇഷ്ടാട്ടോ. പോയപ്പോ പാൽപ്പൊടി എടുത്തിട്ടില്ലേ ചായ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ കൂടെ പിന്നെ കൊറേ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് ഇടക്കിട്ട് ഇത് വേണമ്മ കിച്ചൺ ട്യൂഷൻ ഇല്ലേ അമ്മ? നാളെ നമ്മുടെ ഇവിടെ തട്ടകത്തിലെ വേലയാണ് കേട്ടോ. ഞാനിങ്ങനെ വിചാരിച്ചതാണ് നമ്മൾ വേലയ്ക്ക് നാളെ നേടിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് പറ്റില്ല കേട്ടോ. എന്താണ് ഇങ്ങനെ കുട്ടി ഉണ്ടായി കഴിഞ്ഞു വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തത്, എന്താണ് അത് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിരുന്നു. അപ്പം നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞു വെച്ചാലും അതേപോലെ ജനിച്ചു കഴിഞ്ഞാലും 15 ദിവസം നമ്മൾ അമ്പലത്തിൽ പോയില്ല കേട്ടോ. അതെന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അയിത്തപ്പെട്ടു ബലപ്പെട്ടു എന്ന് പറയുന്നത് കേൾക്കാം. അതിൻ്റെ ഐതിഹ്യം ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടാലും ബല ജനിച്ചാലും ഉണ്ടെന്ന് പറയും. അപ്പം ഇന്ന് നമുക്ക് എന്താ പറയുക വെച്ചാൽ നമ്മുടെ പൂർവികർ നമ്മുടെ അച്ഛനമ്മമാർ പറഞ്ഞു തരുന്നതാണ് നമ്മുടെ അറിവ്. അപ്പം അവരത് ചെയ്ത് കാണിച്ചു തരുമ്പോൾ നമ്മളത് അനുസരിക്കേണ്ടത് നമ്മുടെയും കൂടി ബാധ്യസ്ഥതയാണല്ലോ. അവൾക്കത് വേണ്ട, അവൾക്കത് മതി. അപ്പോൾ നമ്മളത് ചെയ്യണം. പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്കതൊരു അറിവ്. അതുപോലെ ഇപ്പൊ നമ്മുടെ അച്ഛനമ്മയും ഇപ്പൊ മക്കളില്ലേ എത്ര വലിയ തിരക്കുള്ള മക്കളാണോ വെച്ചാലും ഓണം തിരുവോണം ദിവസം അതേപോലെ വിഷു 1-ാം തീയതി മക്കൾ ഒന്നിച്ചു വേണമെന്ന് എന്താ ആഗ്രഹിച്ചിട്ട് എല്ലാവരും എന്തിനാണ് അതുപോലെ ഓരോരുത്തർ പണ്ട് പറഞ്ഞ ഓരോ ചടങ്ങുകൾ നമ്മൾ ചെയ്യണമെന്ന് മാത്രം കേട്ടോ. അതിന് മാറ്റം വരുത്താൻ നമ്മൾ വലിയ ആളൊന്നും അല്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ കേൾക്കുക, അതിൻ്റെ കാര്യങ്ങൾ നമ്മളും ചെയ്യുക. അപ്പോൾ ഇതാ പായസം കേട്ടോ, കുട്ടികൾ പായസം കുടിക്കാൻ തുടങ്ങണു. ഞങ്ങൾ ഇനി കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ പോട്ടോ. അപ്പോൾ എല്ലാവരും അനിയേട്ടൻ്റെ പിറന്നാൾ ആശംസകൾ അറിയിക്കുക. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഒരു പിറന്നാൾ ഭയങ്കര സന്തോഷമുള്ളൊരു പിറന്നാളാണ്. ഇനി ഇതുപോലുള്ള സന്തോഷമുള്ള നിമിഷങ്ങളും സന്തോഷമുള്ള പിറന്നാളുകളും നമുക്ക് തരട്ടേലേട്ടാ. ഇനി ഒരുപാട് കാലം പിറന്നാളുകൾ ആഘോഷിക്കാനും സന്തോഷത്തോടെ ഇരിക്കാനും ഏട്ടനെ അയ്യോ അതല്ല അല്ല അപ്പൊ പറയാ നമ്മള് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാനും ഒക്കെ പ്രാർത്ഥിക്കുക അല്ലേ. നല്ലത് വരുത്തട്ടെ. അത് പറയണ്ടേ. നാളെ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് നാളെ കാണാം.